എന്താണ് എന്നത് വി എസിന് അറിയാമായിരുന്നു. ഒരു മത്സ്യം എങ്ങനെയാണോ വെള്ളത്തിൽ ശ്വസിക്കുന്നത്, അതുപോലെയാണല്ലോ പാർട്ടി പ്രവർത്തകർ ശ്വസിക്കേണ്ടത്. ആന്റോണിയോ ഗ്രാംഷിയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു പ്രജയിൽ നിന്ന് പൗരനെ സൃഷ്ടിക്കലാണെന്ന് തിരിച്ചറിഞ്ഞ നേതാവാണ് വി എസ്. ആ പോരാട്ടങ്ങൾ വി എസ് പാർട്ടിക്കുള്ളിലും നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് പരാജയപ്പെടുമെന്ന് വി എസിന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും വി എസിന്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്താതെ പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായ പോരാട്ടം വി എസ് നടത്തിയിട്ടുണ്ട്, പല കാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വി എസിന് നടപടിയുണ്ടായ കാലത്തും അതിനുശേഷം ദേശീയ തലത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തീരുമാനിക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ വി എസിൻ്റെതായ നിലപാടുകൾ വളരെ ശക്തമായി പറഞ്ഞ് ആ പോരാട്ടം പാർട്ടിക്കുള്ളിൽ തുറന്നിട്ടുണ്ട്. അതാണ് വി എസിനെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. ഈ ജനതതി വി എസിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് മുദ്രാവാക്യങ്ങൾ കവിതകളാക്കി മാറ്റി ഈ തെരുവുകൾ നിറയ്ക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. പാർട്ടിക്കപ്പുറം വ്യക്തിപരമായ ഒന്നും വി എസ് ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പല തെറ്റിദ്ധാരണാജനകമായ പ്രചരണങ്ങളും ഉണ്ടായി. വി എസ് ഇന്ന സ്ഥാനം ആഗ്രഹിച്ചു, ഇന്ന സ്ഥാനം മോഹിച്ചതും ആഗ്രഹിച്ചതും കേരളത്തിലെ ജനങ്ങളായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനതതി തെരുവിലിറങ്ങി നിന്ന് വി എസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു, വി എസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ ഘട്ടങ്ങളിലെല്ലാം പാർട്ടിക്ക് ജനഹിതത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു എന്നതാണ്. പാർട്ടിയോടല്ല വി എസ് കലഹിച്ചത്. അങ്ങനെയായിരുന്നു 2006-ലും 2011-ലും. അതാണ്, പാർട്ടിയോടല്ല വി എസ് കലഹിച്ചത്. വി എസ് പാർട്ടിയുടെ ഭാഗമായിരുന്നു. പിണറായി വിജയൻ പറയുന്നുണ്ട്, വി എസ് ആരാണ്? വി എസ് പാർട്ടിയുടെ സ്വത്താണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ആ വി എസിനെ ഹൈജാക്ക് ചെയ്യാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആ വി എസിനെ നിങ്ങളുടേതാക്കി മാറ്റാൻ ചിലർ ശ്രമം നടത്തുന്നുണ്ട്, അത് നടപ്പില്ല കേട്ടു എന്ന് പിണറായി വിജയൻ പറയുന്നത് ആ ഉത്തമ ബോധ്യത്തിലാണ്. എത്ര നിങ്ങൾ ക്ഷണം സ്വീകരിച്ചാലും, എത്ര ചുവന്ന പരവതാനി നിങ്ങൾ വിരിച്ചാലും വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് വി എസ് പോകില്ലെന്നുള്ള ഉറപ്പായിരുന്നു പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിച്ച ആ പ്രസംഗത്തിലുണ്ടായിരുന്നത്. തീർച്ചയായും വി എസ് കടന്നു വന്നിട്ടുള്ള വഴികൾ എവിടെ നിന്നാണ്? വി എസ് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലം, അതിനുശേഷം ജന്മിത്വത്തിനെതിരെ നടന്ന പോരാട്ടങ്ങൾ, അതിനുശേഷം അടിയന്തരാവസ്ഥ കാലം, ആധുനിക കാലം, പുതിയ ടെക്നോളജിയുടെ കാലം, ഈ കാലത്തൊക്കെ തന്നെ പാർട്ടിയിൽ നിലയുറപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി ഒക്കെ വലിയ പോരാട്ടം നടത്തിയ നേതാവാണ് വി എസിന്റെ ആ ഒരു ചരിത്രം. വി എസ് ഒരിക്കലും മറ്റ് നിലപാടുകളിലേക്ക് പോകില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. 8.5 പതിറ്റാണ്ട് നീണ്ട പരിചയമാണ്, രാഷ്ട്രീയ പരിചയമാണ് വി എസിനുള്ളത്, സംഘടനാ പരിചയമാണ് വി എസ് ഉള്ളത്. വി എസ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട്, കൊപ്ര തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വി എസ് താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുകയാണ്. അല്ലാതെ മറ്റ് രീതികളിൽ സംഘടനയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയല്ല വി എസിന്റെ പരീക്ഷണ ഘട്ടം എന്ന് പറയുന്നത് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നടത്തിയ പോരാട്ടമാണ്. അതിന്റെ ത്യാഗോജ്വലമായ ചരിത്രമാണ് വി എസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ വി എസ് ഒരിക്കലും അദ്ദേഹത്തിന്റെ, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മാതാവാണ് പാർട്ടി. ആ ഒരു മാതാവായ പാർട്ടിയെ മറികടന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്കും ഒരു കാലത്തും വി എസ് പോകില്ല. പക്ഷേ വി എസിന് ചില നിലപാടുകൾ ഉണ്ടായിരുന്നു, ചില ശാഠ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ശാഠ്യങ്ങൾ അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളാണ്. അപ്പോൾ ആ നിലപാടുകളുമായി അദ്ദേഹം മുന്നോട്ട് പോയി. ഒരുപക്ഷെ അതിൽ പരാജയം ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ ആ നിലപാടിൽ അദ്ദേഹം പലപ്പോഴും ഉറച്ചു നിൽക്കുകയും ചെയ്തു. വി എസ് ഏർപ്പെട്ട സമരങ്ങളുടെ വൈവിധ്യം നോക്കൂ പി ആസുവിൽ. ഒരുപക്ഷെ ഒരു മാർക്സിസ്റ്റ് രാഷ്ട്രീയ നേതാവ്, വർഗ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, കൂടിപ്പോയാൽ തൊഴിലാളികളുടെ ഒരു സംരക്ഷണ കവചം ഒരുക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ പാർട്ടിയെ വിളക്കി ചേർക്കും. അതല്ലെങ്കിൽ ഒരു സാംസ്കാരിക സംഘടനയുടെ ഏതെങ്കിലും ഏകോപനം ഉണ്ടാകും. പക്ഷേ വി എസ് ഏർപ്പെട്ടിരുന്ന കർമ്മമേഖലകൾ നോക്കൂ. വി എസ് ഏതെങ്കിലും വിധത്തിൽ ട്രേഡ് യൂണിയനിൽ മാത്രം തളച്ചിടപ്പെട്ട നേതാവായിരുന്നില്ല. വി എസിന്റെ തുടക്കം ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തെ, അതും കുട്ടനാട്ടിലെ ഏറെ ദുർഘടമായ രാഷ്ട്രീയ നിരക്ഷരതയുള്ള ഒരു സമൂഹത്തിലായിരുന്നു. അന്ന് രാഷ്ട്രീയ കാലത്ത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കാർഷിക മേഖലയിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യാത്രയാണ്. അവിടെ നിന്ന് വി എസിന്റെ ശ്രദ്ധ പോയത് എങ്ങോട്ടാണ് നോക്കൂ. 2001 ശേഷം വി എസ് ഏർപ്പെട്ടിരുന്ന പോർമുഖങ്ങൾ എവിടെയൊക്കെയായിരുന്നു? പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ സമരമേഖലയിൽ, ജെൻഡർ ജസ്റ്റിസ്, ലിംഗനീതിയുടെയും ലിംഗസമത്വത്തിന്റെയും രാഷ്ട്രീയ ഭൂമി തീർന്നില്ല. ഓരോരോ ഇടങ്ങളിലായി വി എസ് ഇറങ്ങിച്ചെല്ലുമ്പോൾ കൂടംകുളത്തെ ആണവ നിലയമേൽപ്പിക്കുന്ന പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ച്, മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് വി എസിന് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. ആ പറച്ചിലാണ് വി എസ് തന്റെ രാഷ്ട്രീയ വ്യക്തത വരുത്തിയത്. ഓപ്പൺ സോഫ്റ്റ്വെയറിനെ കുറിച്ച് നേരത്തെ ശശിധരൻ സഖാവ് പറയുകയായിരുന്നു. ഓപ്പൺ സോഫ്റ്റ്വെയറിനെ കുറിച്ച് വി എസിന് എന്തറിയാമായിരുന്നു? വി എസിന് കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ല. 7ാം ക്ലാസ്സിൽ പരിമിതി കൊണ്ട് വിദ്യാഭ്യാസം നിർത്തിപ്പോയ നേതാവാണ്. പക്ഷേ ആ വി എസ്
ഓപ്പൺ സോഫ്റ്റ്വെയറിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു, നിയമസഭയിൽ സംസാരിക്കുന്നു. ഓരോ മേഖലയിലും പെട്ട മനുഷ്യരുടെ വിഷയങ്ങൾ, വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ അവധാനത, അത് വി എസിന് മാത്രം സ്വന്തമാണ്. വൈവിധ്യങ്ങളായ പോർമുഖങ്ങളിൽ പോരാളിയായി തീർന്ന വി എസിനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് വി എസിനെ പോലെ ഇത്രയും അധികം വൈവിധ്യ മേഖലയിൽ പോർമുഖം തുറന്ന് പോരാളിയ ഒരു നേതാവ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടേയില്ല. പി എസ് സുനിൽ വി എസിന് ശേഷവും എന്ന് അടയാളപ്പെടുത്തും എന്ന് ഉറപ്പാണ്. കാരണം വി എസ് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളായിക്കോട്ടെ, നിയമ വ്യവഹാരങ്ങളായിക്കോട്ടെ, എത്രയെത്ര നിയമ പോരാട്ടങ്ങളാണ് വി എസ് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് അഴിമതി